ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിനും ഇത് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇത് കൂടുതലായിട്ട് ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. അത് നമ്മൾ 3 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ കപ്പിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിന് എടുക്കുക. പിന്നീടുള്ള അളവുകളൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിനാണോ പച്ചരി എടുത്തുവെച്ചെങ്കിൽ ആ ഒരു കപ്പിന് തന്നെ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് അത്യാവശ്യം പുളിയുള്ളത് തന്നെയാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തരികളൊന്നും പാടില്ല, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളിവിടെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ തൈര് മാത്രമാണ് ചേർത്തിക്കുന്നത്. വേറെ വെള്ളം ചേർക്കരുത്, അതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കണ്ടത്ര ലൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റവയാണ്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാവിന് കറക്റ്റ് പരുവത്തിലായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഞാൻ 1/4 ടീസ്പൂണിൻ്റെ കാര്യം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം, എന്നാലേ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. കാരണം നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇളക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതൊന്ന് പതഞ്ഞ് വരും. കാരണം തൈരല്ലേ, അപ്പോൾ തൈരിൽ ഈ ബേക്കിംഗ് സോഡ തട്ടുമ്പോൾ തന്നെ ഒന്ന് പതഞ്ഞ് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടുക് താളിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴേ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 ടീസ്പൂണോളം തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എരിവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചൂടോടുകൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെറിയ ജീരകം, കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യണത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. ഒരു കേക്ക് ടിന്നാണ്. കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം പാകത്തിനുള്ളൊരു പാത്രം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നല്ലപോലെ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്നുണ്ട്. ആവി വരുമ്പോൾ മാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കടുകും കറിവേപ്പിലയും താളിച്ചത് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 25 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. കാരണം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചതാണ്, അതുകൊണ്ട് 25 മിനിറ്റ് നേരം തന്നെ കുക്ക് ചെയ്തെടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇത് 2 പ്രാവശ്യം നിങ്ങൾ കുക്ക് ചെയ്യണമെങ്കിൽ 15 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തു. നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റുക കേട്ടോ, എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ കട്ടി ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരമൊക്കെ 4 മണിക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം. ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്.
ഇനി ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നല്ല വെന്ത് കിട്ടണം, എന്നാലേ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയേണ്ട നല്ല സോഫ്റ്റാണ്. പച്ചരി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.